തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥൻ. വിശുദ്ധന്മാരുടെ മധ്യസ്ഥ ശക്തി അവർ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിത്രാണ പരിപാടിയിൽ എത്രമാത്രം സഹകരിച്ചുവോ അതിന്റെ തോതനുസരിച്ചായിരിക്കും എന്ന് വേദപാരംഗതനായ വിശുദ്ധ തോമസ് അക്വീനാസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ ഈശോ മിശിഹായോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി വിശുദ്ധ യൗസേപ്പാണെന്നുള്ളത് നിസ്തർക്കമത്രേ. മനുഷ്യാവതാര കർമ്മത്തിൽ ഒരു തിരശീലയായി വർത്തിച്ചുകൊണ്ടും ഉണ്ണി മിശിഹായെ ജീവാപായത്തിൽ നിന്നും രക്ഷിച്ചും വിശുദ്ധ യൗസേപ്പ് സുപ്രധാനമായ പങ്കുവഹിച്ചു. കൂടാതെ ദിവ്യകുമാരനെ സംരക്ഷിക്കുവാനും വളർത്തുവാനും വന്ധ്യപിതാവ് പൈതൃകമായ വാത്സല്യവും താൽപ്പര്യവും പ്രകടിപ്പിക്കുകയുണ്ടായി. നസ്രത്തിലെ അജ്ഞാത ജീവിത ദശയിൽ വിശുദ്ധ യൗസേപ്പ് ഈശോ മിശിഹായെ തൊഴിൽ അഭ്യസിപ്പിക്കുകയും യഹൂദ മതാനുഷ്ഠാനങ്ങളിൽ വളർത്തുകയും ചെയ്തിരുന്നു. ഇപ്രകാരം പരിത്രാണ നാടകത്തിൽ വിശുദ്ധ യൗസേപ്പും സുപ്രധാനമായ പങ്ക് അഭിനയിച്ചു. അതിനാൽ ഇന്ന് വരപ്രസാദത്തിന്റെ വിതരണത്തിലും അദ്ദേഹത്തിനൊരു പങ്കുണ്ട്. ഈജിപ്തിലെ രാജാവായിരുന്ന ഫറവോൻ അദ്ദേഹത്തിന്റെ രാജകീയ ഭണ്ഡാഗാരങ്ങളുടെ സൂക്ഷിപ്പുകാരനായി പൂർവ്വ യൗസേപ്പിനെ നിയമിച്ചതായി ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭക്ഷണ സാധനങ്ങളും മറ്റു വിഭവങ്ങളും വാങ്ങിക്കുവാനായി എത്തുന്നവരോട് ഫറവോൻ പറഞ്ഞിരുന്നത്, നിങ്ങൾ യൗസേപ്പിന്റെ പക്കൽ പോകുവിൻ എന്നാണ്. ദൈവം അവിടുത്തെ സ്വർഗീയ നിക്ഷേപങ്ങളുടെ സൂക്ഷിപ്പുകാരനായി നമ്മുടെ പിതാവ് മാർ യൗസേപ്പിനെ നിയോഗിച്ചിരിക്കുന്നു. അതിനാൽ സ്വർഗസ്ഥനായ പിതാവും ഈശോ മിശിഹായും നിങ്ങൾ യൗസേപ്പിന്റെ പക്കൽ പോകുവിൻ എന്ന് നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. മറ്റ് വിശുദ്ധന്മാർക്ക് നമ്മെ ചില പ്രത്യേക കാര്യങ്ങളിൽ സഹായിക്കുവാനുള്ള കഴിവാണ് ദൈവം നൽകിയിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തിനും വിശുദ്ധ യൗസേപ്പിനും ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകുന്നതിനും കഴിയുന്നതാണ്. തിരുകുടുംബത്തിന്റെ നാഥൻ എന്ന നിലയിൽ ഈശോ മിശിഹായിലും പരിശുദ്ധ കന്യകാമറിയത്തിലും വിശുദ്ധ യൗസേപ്പിനുണ്ടായിരുന്ന അധികാരം സ്വർഗീയ ജീവിതത്തിലും ഉണ്ടല്ലോ. അവർ രണ്ടുപേരും അദ്ദേഹത്തിന്റെ ആഗ്രഹം അറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ്. 1891 ഭാഗ്യസ്മരണാർഹനായ ലയോ 13 ക്വാം ഫ്ലൂരിസ് എന്ന വിശ്വലേഖനത്തിലൂടെ മാർ യൗസേപ്പിനെ തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. പൂർവ്വ യൗസേപ്പ് നമ്മുടെ പിതാവ് മാർ യൗസേപ്പിന്റെ ഒരു പ്രതിച്ഛായയാണ്. അദ്ദേഹം ഈജിപ്തിൽ സർവാധികാരിയായി രാജകീയ ഭണ്ഡാരത്തിലുള്ളവ വിതരണം ചെയ്ത് അന്നത്തെ ലോകത്തിലുള്ളവരെ സംരക്ഷിച്ചതുപോലെ നമ്മുടെ പിതാവ് മാർ യൗസേപ്പ് അദ്ദേഹത്തിന്റെ ഭക്തരായ ആത്മാക്കളെ സവിശേഷമായ വിധം സംരക്ഷിക്കുമെന്നുള്ളത് നിസ്തർക്കമത്രേ.